ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 8 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ പേജ് നമ്പർ 112ലെ പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ഐദർ ആസ് എ പവർ ഓഫ് എ സിംഗിൾ പ്രൈം ഓർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. ചുവടെ പറയുന്ന സംഖ്യകളെ ഒരു അഭാജ്യസംഖ്യയുടെ കൃതിയായോ വ്യത്യസ്ത അഭാജ്യസംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായോ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 125. അപ്പോൾ ഇത് 5 കൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഫാക്ടറൈസേഷൻ എങ്ങനെ എഴുതാം? 125 സൈഡിൽ 5 എഴുതാം. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 25. അത് താഴെ എഴുതണം. വീണ്ടും അത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 5s are 25. ഇനി നമുക്കതെങ്ങനെ എഴുതാം? 5 × 5 × 5 ഈക്വൽ 5 റൈസ് ടു 3. 3 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 റൈസ് ടു 3. നെക്സ്റ്റ് 72. 72വിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? നമുക്ക് അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 36 അത് താഴെ എഴുതുക. ഈ 36നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 സൈഡിൽ എഴുതാം. എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 ആണ് താഴെ എഴുതേണ്ടത്. വീണ്ടും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9 2s are 18. അപ്പോൾ 9 താഴെ. പിന്നെ 3യിലാണ് അടുത്ത 9 പോകുന്നത് അല്ലേ, 3യുടെ ടേബിളിൽ. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 സൈഡിൽ എഴുതുക, താഴെയും 3 എഴുതുക. അപ്പോൾ 3 3s are 9. ഇനി നമുക്കതെങ്ങനെ എഴുതാം? ഈക്വൽ 2 × 2 × 2 × 3 × 3. അപ്പോൾ എത്ര 2 ഉണ്ട്? 3 ടൈംസ് ആണ് 2 നമ്മൾ റിപ്പീറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ 2 റൈസ് ടു 3 × 3 എത്ര പ്രാവശ്യമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തത്? 2 പ്രാവശ്യം. അപ്പോൾ 3 റൈസ് ടു 2. 2 റൈസ് ടു 3 × 3 റൈസ് ടു 2. നെക്സ്റ്റ് 100. 100നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം? 2വിൽ പോകും അല്ലേ. അപ്പോൾ 2 സൈഡിൽ എഴുതുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും? 50. 50 താഴെ എഴുതുക. 50യെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25 അത് താഴെ എഴുതാം. ഇനി 5 കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 5s are 25 അത് എഴുതുക. അപ്പോൾ നമുക്കതെങ്ങനെ എടുത്തെഴുതാം? 2 × 2 × 5 × 5. എന്നിട്ട് അതിൻ്റെ പവർ എങ്ങനെ എഴുതാം? 2 റൈസ് ടു 2 × 5 റൈസ് ടു 2. 2 2 പ്രാവശ്യം, 5ന് 2 പ്രാവശ്യം. അതാണ് മുകളിൽ സ്മോൾ 2 എഴുതിയിരിക്കുന്നത്. 2 റൈസ് ടു 2 × 5 റൈസ് ടു 2. നെക്സ്റ്റ് 250. 250യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 125 എന്ന് കിട്ടും. അത് താഴെ എഴുതുക. വീണ്ടും അതിനെ 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ 25 അത് താഴെ എഴുതുക. 25 വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 5s are 25. അപ്പോൾ ഇതെങ്ങനെ എടുത്തെഴുതാം? 2 × 5 × 5 × 5. ഇവിടെ 2 1 ടൈമേ ഉള്ളൂ അല്ലേ. അപ്പം വെറും 2 മാത്രം എഴുതിയാൽ മതി. വേണമെങ്കിൽ മുകളിൽ ഒരു 1 ഇടാം. 1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2 മാത്രം എഴുതിയാൽ മതി. × 5 3 ടൈംസ് ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 5 റൈസ് ടു 3. അപ്പോൾ ആൻസർ 2 × 5 റൈസ് ടു 3. നെക്സ്റ്റ് 3600. അപ്പോൾ അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1800 എന്ന് കിട്ടും. അത് താഴെ എഴുതുക. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 900 അത് താഴെ എഴുതണം. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 450 കിട്ടും. താഴെ എഴുതാം. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 225 അത് താഴെ എഴുതാം. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ല 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 45 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 × 3 9. അപ്പോൾ ഇനി നമുക്കതെടുത്ത് എഴുതാം. 2 × 2 × 2 × 2 × 3 × 3 × 5 × 5. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം? 2 എത്രയാണ്? എത്ര ടൈംസ് ആണ്? 4 ടൈംസ് അല്ലേ. ഇപ്പോൾ 2 റൈസ് ടു 4, 5 റൈസ് ടു 2 × 3 റൈസ് ടു 2, അല്ലെങ്കിൽ 3 റൈസ് ടു 2 × 5 റൈസ് ടു 2 എങ്ങനെ വേണം എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ ആൻസർ എത്രയാണ്? 2 റൈസ് ടു 4 × 5 റൈസ് ടു 2 × 3 റൈസ് ടു 2. ലാസ്റ്റ് വൺ 10800. അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5400 എന്ന് കിട്ടും. വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2700. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1350. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 675. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 225. വീണ്ടും അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 75. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. ഇനി 5 കൊണ്ട്, അപ്പോൾ 5 × 5.
അപ്പോൾ നമുക്ക് അത് എടുത്തെഴുതാം. 2 എത്ര ടൈംസ് എഴുതണം? 4 ടൈംസ് എഴുതണം അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ 2 റൈസ് ടു 4 ഇൻറ്റു 3 റൈസ് ടു 3 ഇൻറ്റു 5 റൈസ് ടു 2.